നമസ്കാരം. ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും ചാനലുകൾക്കും ഉത്സവത്തിന് ദിനമായിരുന്നു. ഈ നാട്ടിലെ നിരവധിയായ അഴിമതികളും തട്ടിപ്പുകളും ഭഗവാനെ അടിച്ചുകൊണ്ടുപോകാൻ കമ്മിക്കൂട്ടങ്ങൾ നടത്തിയ ശ്രമങ്ങളും ഒന്നും വാർത്തയല്ലാതാക്കിക്കൊണ്ട് 3-3.5 മാസം മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ തുടങ്ങി ചാനലുകൾ ഏറ്റെടുത്ത ഒരു യുദ്ധം വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനം. സകല മനുഷ്യരും ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ അത്യാഹ്ലാദത്തോടുകൂടി കൈയടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യൻ പരിപൂർണമായി വീണു എന്നത് വലിയൊരു ഉത്സവമായി മാറുന്നു. രാഹുലിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ മാത്രമായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയത്. രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരുന്നു ചാനലുകൾ സംപ്രേഷണം ചെയ്തത്. രാഹുൽ തെറ്റുകാരനാണ്, ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷെ ഗോവിന്ദചാമിയെപ്പോലെ, ബണ്ടി ചോറിനെ പോലെ രാഹുൽ ഏറ്റവും വലിയ ക്രിമിനലായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ചിലരുടെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. രാഹുൽ ചെയ്ത കുറ്റത്തിന് രാഹുൽ ശിക്ഷ അനുഭവിക്കണം. ഈ സമൂഹം നമുക്ക് ആദരവ് നൽകുമ്പോൾ, സ്നേഹം നൽകുമ്പോൾ, അതിൻ്റെ പേരിൽ പദവികൾ ലഭിക്കുമ്പോൾ ആ പദവികളും സ്നേഹവും നൽകിയ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവർ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അക്കൗണ്ടബിലിറ്റി അവരോട് കാണിക്കണം. രാഹുലിന് വീഴ്ച പറ്റി, തലയിൽ അഹങ്കാരം കയറി, തനിക്ക് ചുറ്റുമാണ് ഈ സമൂഹം കറങ്ങുന്നത് എന്ന് ധരിച്ചു. അതിന് കിട്ടിയ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പക്ഷേ ആ ശിക്ഷ വധശിക്ഷയായിപ്പോയി എന്ന് മാത്രം. അതെ, രാഹുലിന് ലഭിച്ചിരിക്കുന്നത് വധശിക്ഷ തന്നെയാണ്. രാഹുലിന് ഈ ഏടാകൂടത്തിൽ നിന്നും തലയൂരുക അത്ര എളുപ്പമല്ല. ഒരു കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി എന്ന തരത്തിൽ നിസ്സാരമായി ഇതിനെ കാണാൻ സാധ്യമല്ല. സെഷൻസ് കോടതി വിശദമായി തന്നെ കേസ് പഠിച്ച് ഏതാണ്ട് 28 പേജുള്ള ഒരു വിധിന്യായത്തിലൂടെയാണ് തള്ളിയത്. ആദ്യത്തെ ദിവസം ഏതാണ്ട് 1.5 മണിക്കൂറോളം രാഹുലിൻ്റെ ഭാഗം കേട്ടു. രണ്ടാം ദിവസവും രാഹുലിൻ്റെ ഭാഗം കേട്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗവും കേട്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കും എന്ന് പറഞ്ഞാണ് ജാമ്യം തള്ളിയത്. രാഹുലിന് മുൻപിൽ അതുകൊണ്ട് തന്നെ വഴികൾ പരിമിതമാണ്. ഇന്നലെ മുഴുവൻ പുറത്തു കേട്ട വാർത്ത രാഹുൽ കീഴടങ്ങിയേക്കുമെന്നാണ്. അതല്ല, രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് എന്ന വാർത്തയും പരന്നു. രാവിലെ തന്നെ രാഹുലിനെ പോലീസ് സ്കെച്ച് ചെയ്ത് വളഞ്ഞിരിക്കുകയാണെന്നും ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുമുള്ള വാർത്ത വന്നു. രാഹുലിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുലിന് ജാമ്യം കിട്ടിയാൽ അത് മോശമാകും എന്നതുകൊണ്ട് ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നത് വരെ കാത്തിരിക്കൂ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു പോലീസ് വൃത്തങ്ങൾ രാവിലെ മുതൽ നൽകിയ സൂചന. ഈ സൂചന ശരിയാണ് എന്ന തരത്തിൽ രാത്രിയിൽ മാധ്യമപ്രവർത്തകരും പോലീസ് സംഘവും ഹോസ്ദുർഗ് കോടതി പരിസരത്തേക്ക് പ്രവഹിച്ചു. അനേകം മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്നു. പോലീസ് സംഘം പടിപടിയായി എത്തുന്നു. ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായിരിക്കുന്നു, ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു. പോലീസ് ആ ഊഹാപോഹത്തെ ശരിവെച്ചുകൊണ്ട് ഹോസ്ദുർഗ് പരിസര പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. വിചിത്രമായ സംഗതി, മജിസ്ട്രേറ്റ് വീട്ടിൽ പോവാതെ കാത്തിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നു എന്നതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ഇന്നലെ തൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റിൻ്റെ ചുവട് പിടിച്ച് മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയെടുത്ത ഊഹാപോഹമായിരുന്നു ഇതെന്നത് പിന്നീട് രാത്രി വൈകി 8 മണിയോടെയാണ് തിരിച്ചറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയുണ്ട്, ഇവിടെയുണ്ട് തുടങ്ങിയ ഊഹാപോഹങ്ങൾ എല്ലായിടത്തും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി തൽക്കാലം അതൊക്കെ മാത്രമായിരിക്കും ബാക്കിയാവുക. അതേസമയം എവിടെയാണോ രാഹുൽ സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നത് അവിടെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒളിവിൽ പോകുന്നതിന് മുൻപ് തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയാൽ എറണാകുളത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ എസ് രാജീവിനെ ഏൽപ്പിച്ചിരിക്കണം എന്ന് രാഹുൽ അറിയിച്ചിരുന്നെന്നും അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ വിശദാംശങ്ങൾ രാജീവിന് കൈമാറിയെന്നും ഇന്നലെ രാത്രി തന്നെ കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ വളരെ വൈകിയിരുന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ തയ്യാറാക്കിയെന്നും ഇന്ന് തന്നെ അത് കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് വാർത്ത. രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിന്ന് ഫയലിൽ സ്വീകരിച്ചാലും എന്നായിരിക്കും പരിഗണിക്കുക എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസമായിരിക്കും പരിഗണിക്കുക. മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവ് സമർപ്പിക്കുന്നത് കൊണ്ടും വളരെയേറെ മാധ്യമ ശ്രദ്ധ ഉള്ളതുകൊണ്ടും ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിച്ചെന്ന് വരാം. അങ്ങനെ ഈ കേസ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിച്ചാൽ സ്വാഭാവികമായും പ്രോസിക്യൂഷന് സമയം ചോദിക്കാം. പ്രോസിക്യൂഷനും ഇരയ്ക്കും അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടി നോട്ടീസ് അയക്കാൻ പറയുന്ന കോടതി അടുത്തയാഴ്ച ഒടുവിൽ ഒരു ദിവസമാവാം വാദത്തിന് വേണ്ടി എടുക്കുക. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഒരാഴ്ച കൂടിയെങ്കിലും രാഹുലിന് ഒളിവിൽ തന്നെ കഴിയേണ്ടി വരും. ഇനി ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടി മുമ്പോട്ട് പോയെന്നും വരാം.
അത്രയും ദിവസം രാഹുൽ സുരക്ഷിതമായി ഒളിവിൽ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ പിടിയിലായാൽ മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവാകും എന്നതാണ് നാട്ടുനടപ്പ്. എന്നാൽ അത് വ്യാഖ്യാനിക്കേണ്ടത് കോടതിയാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലമ്പൂർ പോലീസ് എടുത്ത ഒരു കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി നിശ്ചിത ദിവസം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് അറസ്റ്റ് നടന്നതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവായി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ എൻ്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ ശക്തമായ എതിർവാദം ഉന്നയിക്കുകയും കോടതി എൻ്റെ അഭിഭാഷകന്റെ നിലപാട് സ്വീകരിക്കുകയും എനിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത്തരമൊരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. രാഹുൽ കീഴടങ്ങാനുള്ള ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചെന്നും തൽക്കാലം കീഴടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുമ്പോട്ട് പോകുന്നു എന്നും തന്നെയാണ് വ്യക്തമാവുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കീഴടങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കീഴടങ്ങിയാൽ അപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന 2-3 ദിവസം വരെ രാഹുൽ റിമാൻഡിലാവും. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം 7-ാം തീയതിയോ 8-ാം തീയതിയോ ഒക്കെ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും രാഹുലുമായി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ രാഹുൽ പോകുന്ന ഇടങ്ങളൊക്കെ ആയിരിക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ രാഹുലിന് ഉചിതം ഒളിവിൽ കഴിയുന്നത് തന്നെയാവും. രാഹുൽ തീർച്ചയായും ഒളിവിൽ തുടരാനുള്ള സാധ്യതയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും രാഹുലിനെതിരെ അതിനിശ്ചിതമായ പരാമർശങ്ങളൊന്നുമില്ല. ബലാത്സംഗ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഗർഭചിത്ര കേസിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. ആദ്യത്തെ വിധി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പിന് പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. രാഹുലിന് ഹൈക്കോടതിയിൽ ജാമ്യം ലഭിച്ചാലും പുറത്തു വരാൻ കഴിയുന്ന സാഹചര്യമില്ല. കാരണം രാഹുലിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി പോലീസ് ചുമത്തിയിരിക്കുന്നു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിനിയായ 23 വയസ്സുകാരിയാണ് പരാതിക്കാരി എന്നാണ് ഇന്നത്തെ ദേശാഭിമാനിയും കേരള കൗമുദിയും എഴുതിയിരിക്കുന്നത്. നേരത്തെ KPCC പ്രസിഡന്റിന് ഇമെയിൽ വഴി കൊടുത്ത പരാതി KPCC പ്രസിഡന്റ് അപ്പോൾ തന്നെ DGPക്ക് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരിയെ തിരിച്ചറിഞ്ഞെന്നും അവരുടെ മൊഴിയെടുത്തുകൊണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുമാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസ് കൂടി വരുന്നതോടെ രാഹുലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചാലും പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ആ കേസിലും രാഹുലിനെ മുൻകൂർ ജാമ്യം കൊടുത്ത് കാത്തിരിക്കേണ്ടി വരും. മാത്രമല്ല രാഹുലിനെ തീർക്കുക എന്ന കൃത്യമായ അജണ്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ളതുകൊണ്ട് പലരും കെണിയൊരുക്കി കാത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെയൊന്നും ഇത് അവസാനിക്കും എന്ന് കരുതാൻ കഴിയില്ല. രാഹുലിനെതിരെയുള്ള ഇപ്പോഴത്തെ കോലാഹലങ്ങളുടെ തുടക്കം റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു ചെറുകിട നടിയുടെ ഒരു ചാനൽ അഭിമുഖത്തിലൂടെയാണ്. VD സതീശനുമായി അടുത്ത സൗഹൃദമുള്ള റിനി ആൻ ജോർജ് ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ആ പ്രതികരണത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുലിൻ്റെ മറ്റിരകളും രംഗത്ത് വരണം. ആരും ഇനി ഭയപ്പെടേണ്ടതില്ല. സർക്കാരും പോലീസും നീതിന്യായ വ്യവസ്ഥയും മാധ്യമങ്ങളുമൊക്കെ ഇരകൾക്കൊപ്പമാണ്. ഈ ആഹ്വാനത്തിൻ്റെ പിന്നിൽ ചില തന്ത്രങ്ങളുണ്ട് എന്ന് തീർച്ചയാണ്. രാഹുലിനെതിരെ പല പെൺകുട്ടികൾക്കും പരാതിയുണ്ട് എന്ന് കഴിഞ്ഞ 3-3.5 മാസമായി സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പുറത്തു വരാനും രാഹുലിനെ തുടർച്ചയായി കേസുകളിൽ കുരുക്കാനുമുള്ള ഒരു ആഹ്വാനമായി ഇത് വിലയിരുത്തപ്പെടുന്നു. അത്തരം ചില നീക്കങ്ങൾ സജീവമായി തന്നെ അണിയറയിലുണ്ടെന്നും പലരും പല പെൺകുട്ടികളെയും ശക്തമായ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു എന്നുമുള്ള റിപ്പോർട്ടുണ്ട്. KPCCയുടെ സാംസ്കാരിക സാഹിതി സെക്രട്ടറിയും എഴുത്തുകാരിയും ഒക്കെയായ MA ഷാഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗം തന്നെയാണ്. ഹണി ഭാസ്കറിനും ഡോക്ടർ സരിനുമൊപ്പം ഷാഹനാസ് നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലും ഇതിന്റെ സൂചനയാണ്. ഇത്തരത്തിൽ പലരും പടിപടിയായി രംഗത്ത് വരുമെന്നും അതൊക്കെ പോലീസ് കേസാക്കി മാറ്റുമെന്നും അങ്ങനെ ഒരു സീരിയൽ ലൈംഗിക കുറ്റവാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു. ഈ കേസിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാൻ കുറഞ്ഞത് 8-10 വർഷമെടുക്കും. ദിലീപിന്റെ കേസ് ഓർക്കുക, 8 വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കേസിൽ തീരുമാനമാവാൻ. ഒന്നിനു മേലെ ഒന്നായി പല കേസുകൾ വരുന്ന രാഹുൽ വരുന്ന 10 വർഷം
പൂർണ്ണമായും അപ്രസക്തനാവുന്ന സാഹചര്യമുണ്ടാവും. അവസാന നിമിഷം വരെ രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ക്യാമ്പിൽ ചിലരെങ്കിലും ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് കേരളത്തിലെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടിട്ടും രാഹുലിനെ പുറത്താക്കുന്നത് ജാമ്യഹർജി തള്ളുന്നത് വരെ വൈകിപ്പിച്ചത്. ജാമ്യഹർജി തള്ളിയ ഉടനടി രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസ്താവന പുറത്തു വന്നു. എല്ലാ നേതാക്കളും രാഹുലിനെ തള്ളി പറഞ്ഞു. അതെ, രാഹുലിനെ ഇനി നിലനിൽക്കുക അസാധ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഗത്ഭനായ മിടുക്കനായ രാഷ്ട്രീയ നേതാവിൻ്റെ ചരമം പൂർത്തിയായിരിക്കുന്നു. ഇനി വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് മാത്രമേ കണ്ടറിയാനുള്ളൂ. വരുന്നൊരു പതിറ്റാണ്ടിലേക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിന്നാൽ ചുറ്റിനും ഇരുട്ടും ശൂന്യതയും മാത്രമാവും.